പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ കലുഷിതമാകുന്നതിനിടെ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ അനന്തരവനും പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇതിനിടെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുകയും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെ അമേരിക്ക കടുത്ത നിലപാടുമായി രംഗത്തെത്തി. കരാർ പാലിച്ചില്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം നടത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച രാത്രി ബെയ്റൂട്ടിലെ തല്ലറ്റ് ഗയാത്ത് മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അലി യൂസഫ് ഹർഷി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹസൻ നസറല്ല കൊല്ലപ്പെട്ടതിനു ശേഷം ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേറ്റ നയീം ഖാസിമിനെ തന്നെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹർഷിയുടെ മരണവാർത്ത സംബന്ധിച്ച് ഹിസ്ബുള്ള ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷവും UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് എന്നിവിടങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്.